ഇപ്പോൾ നമ്മളോടൊപ്പം അർജുൻ്റെ സഹോദരി അഞ്ജു പ്രേമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജു, ഇതിപ്പോൾ 8ാമത്തെ ദിവസമാണ് ഈ പരിശോധനയും തിരച്ചിലുമൊക്കെ തുടരുന്നത്. ഗംഗാവലി കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ നിലപാട് അങ്ങനെയാണ്. എങ്ങനെയാണ് കുടുംബം ഈ ഡെവലപ്മെൻറ്റുകളെ കാണുന്നത്? അവിടെ എല്ലാ ഫോഴ്സും ഉണ്ട് മാഡം. നേവി, ആർമി, അതേപോലെ NDRF, SDRF എല്ലാ ഫോഴ്സും ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ ആളുകളെ, അതായത് സിവിലിയൻസിനെ ആ ഒരു സ്ഥലത്തേക്ക് കയറ്റുന്നതിൽ പരിമിതികളുണ്ട് അവരുടെ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് എന്റെ ഹസ്ബൻഡ് ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. പുള്ളിയും ഇപ്പോഴത്തെ ഒരു തെരച്ചില് സന്തുഷ്ടനാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ മാതിരിയുള്ള പ്രതികൂല കാലാവസ്ഥകളൊന്നും അവിടെ ഒരാൾക്കും ഒരു അപകടം ഇല്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അത് രക്ഷാപ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് അവിടെയുള്ള ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ജിതിനും അഭിജിത്തും ഒക്കെ അവിടെ തന്നെയാണല്ലോ ഉള്ളത്. അവർ വീട്ടിലേക്ക് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഞ്ജു? ഇത്ര ഈ ഒരു സ്ട്രഗിളിന് നമുക്ക് എന്താണ് അവന് പറ്റിയതെന്ന് അറിയാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ. അവർ അത്രയും വലിയൊരു ലോറി ആകപ്പെട്ടിട്ടുണ്ടല്ലോ. ലോറിയുടെ ഒരു എന്തെങ്കിലും തുമ്പ് കിട്ടുന്ന വരെയുള്ളൊരു എന്ത് സിസ്റ്റം, എന്ത് ടെക്നോളജിയോ, മണ്ണിനടിയിലും ചന്ദ്രനിലും ഒക്കെ പോകാനുള്ള എല്ലാ ടെക്നോളജിയും നമുക്കുണ്ട്. അപ്പൊ എന്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് ആ ഒരു ഉത്തരം കിട്ടിയാൽ അവർ തിരിച്ചു വരുമെന്നാണ് നമുക്ക് അവർ വിളിക്കുമ്പോൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി നടക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നത്. കുറച്ചു മുമ്പ് രക്ഷാപ്രവർത്തകത്തിന്റെ ഭാഗമായി ശ്രീ ബിജു കക്കയം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആദ്യ സമയത്തുണ്ടായിരുന്ന നിഗമനങ്ങളൊക്കെ മാറുകയാണ്, പുഴയിലേക്ക് തന്നെ വീണിട്ടുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വിചാരിക്കുന്നത്. നമ്മൾ മണ്ണിനടിയിൽ തന്നെ പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്. പിന്നെ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും നമുക്കൊന്നും കണ്ടും കേട്ടും ശീലമല്ല. പിന്നെ നമ്മളല്ലല്ലോ ഇതൊന്നും പറയുന്നത്. അതിന് വേണ്ട വിദഗ്ധരും കാര്യങ്ങളും എല്ലാവരും അവിടെ ഉണ്ട്. ഇതൊക്കെ ഒരു പോസിബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ശരിയാണ് അഞ്ജു. അത് ഇന്ന് രാവിലെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കായിരുന്നു. അവിടെ വെച്ച് കാണാതെ ഒരു ട്രക്കും ആളും അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്ക്. അവിടെ തന്നെ എവിടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. ഇപ്പൊ എല്ലാവരും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി തന്നെ ഇപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു കുടുംബം. വളരെയധികം നന്ദി അഞ്ജു സംസാരിച്ചതിന്.